നല്ല സോഫ്റ്റ് വെള്ളയപ്പം അതാണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് ജോബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നല്ല സോഫ്റ്റ് വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാം എന്നതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. വെള്ളയപ്പത്തിൻ്റെ ചേരുവകൾ നമുക്ക് നോക്കാം. 200 ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്, നന്നായി കുതിർത്തി വാരി വെച്ചേക്കുന്നതാണ്. 1/4 മുറി തേങ്ങ, ഉപ്പ്, 50 ഗ്രാം പഞ്ചസാര, അല്പം ഈസ്റ്റ്, ഇത് ചെറു ചൂടുള്ള വെള്ളം. ഇത് നമുക്ക് ഈസ്റ്റിനെ ആക്റ്റീവാക്കാൻ വേണ്ടിയാണ് ചെറു ചൂടുള്ള വെള്ളം. ഇതിനകത്ത് അല്പം പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് ഈസ്റ്റിലേക്ക് ഒഴിച്ച് നമ്മൾക്ക് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ മാറ്റി വയ്ക്കാം. നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചരി അരച്ചെടുക്കാം. ഞാനിത് 2 മണിക്കൂർ കുതിർത്തി വാരി വെച്ചേക്കണ പച്ചരിയാണ്. അതിനകത്തേക്ക് നമ്മളുടെ തേങ്ങ ചുരണ്ടിയത് ഇടാം. നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം അരിയുടെ ലെവലിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്ത മാവാണ്. നമുക്ക് കപ്പി കാച്ചാൻ വേണ്ടി ഒരു 2 സ്പൂൺ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതിൻ്റെ ഒരു 1/3 ഒഴിച്ചുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മൊത്തം മാവിൻ്റെ ഒരു 1/3 നമ്മുടെ മിക്സിയുടെ ജാറിലുണ്ട്. ഇനി നമുക്ക് കപ്പി കാച്ചി എടുക്കാം. ഇത് 2 സ്പൂണോളം മാവാണ് ഞാൻ എടുത്തത്. അതിനകത്തേക്ക് ഒരു 100-150 മില്ലി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് കാച്ചിയെടുക്കാം. സ്റ്റവ് ഓണാക്കി ആദ്യം ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുകി വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി എടുക്കണം. ഇത് നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾക്ക് മാവിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നന്നായി നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. നമ്മൾക്ക് തീ ഓഫാക്കി ചൂടാറാൻ വയ്ക്കാം. ഇതിപ്പോൾ നന്നായി ചൂടാറിയ കപ്പിയാണ്. ഇത് നമ്മളുടെ മിക്സിയുടെ ജാറിലുള്ള മാവിലേക്ക് ഈ കപ്പീനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ഈസ്റ്റ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുന്നു. 50 ഗ്രാമോളം പഞ്ചസാര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, ഒരുപാട് നേരം അടിക്കേണ്ട ആവശ്യമില്ല. അല്പസമയം ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ നേരത്തെ ഒഴിച്ചിരിക്കുന്ന മാവ് ഒഴിച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പൊക്കി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. നന്നായി മിക്സ് ചെയ്ത് ഈ മിക്സ് നമുക്ക് ഒരു 8-9 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. തണുപ്പുള്ള പ്രതലത്തിൽ ഒരിക്കലും ഇങ്ങനെയുള്ള പുളിമാവൊന്നും വെക്കരുത്. നമ്മളുടെ സ്ലാബുമ്മ തുണി ഇട്ടോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ റിങ് വെച്ച് അതിന് മുകളിലോ ആണ് ഈ മാവ് പുളിക്കാൻ വെക്കേണ്ടത്. നമുക്കിതൊരു 9 മണിക്കൂറോളം പുളിപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായില്ല, അപ്പോൾ നമ്മൾക്ക് ഉപ്പ് ഈ സമയത്തിടാം. അതോടൊപ്പം തന്നെ മധുരം നോക്കിയിട്ട് പഞ്ചസാര കുറവാണെങ്കിൽ അല്പം പഞ്ചസാരയും കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഈ മാവ് നമ്മൾക്ക് വീണ്ടും 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മളുടെ ചട്ടി നന്നായി ചൂടായതിന് ശേഷം നമ്മളുടെ മാവ് ഒന്നുകൂടി ഇളക്കി ഓരോ തവി കോരി ഒഴിക്കുക. ഇത് ഒന്ന് ചുറ്റിച്ച ശേഷം നമ്മൾക്കൊരു അടപ്പ് വെച്ച് അടച്ചു വയ്ക്കുക. ഞാൻ 2 ചട്ടി എടുത്തിട്ടുണ്ട്. അടുത്ത ചട്ടിയിലും ഇതേമാതിരി തന്നെ നമ്മൾക്ക് മാവ് ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. അപ്പച്ചട്ടി നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ അധികം കുഴിയില്ലാത്ത അപ്പച്ചട്ടി നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾക്ക് അടച്ചു വയ്ക്കാം. ഇതൊരു 2-3 മിനിറ്റാണ് നമ്മളുടെ അതിൻ്റെ കുക്കിംഗ് ടൈം. നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഒരു പകുതി ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് കൊടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു മരത്തിൻ്റെ സ്ലൈസർ ഉപയോഗിച്ച് ഇളക്കി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിടാം. എന്നിട്ട് അടുത്ത ഒരു തവിയും കൂടി
കോരി ഒഴിച്ച് ഇതേമാതിരി ചുറ്റിച്ച് അടച്ചു വയ്ക്കുക. ഈ ഇങ്ങനെയുള്ള ടെഫ്ലോൺ കോട്ടിങ്ങുള്ള പാത്രങ്ങളിൽ മരത്തിൻ്റെ തവി ഉപയോഗിക്കാൻ ശ്രമിക്കുക. സ്റ്റീലിൻ്റെ മറ്റ് തവികൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ അപ്പച്ചട്ടി ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ രണ്ടാമത്തെ ചട്ടിയിലെ അപ്പവും റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്ക് മാറ്റി വേറെ പാത്രത്തിലേക്ക് വയ്ക്കാം. അതിൽ വീണ്ടും നമ്മൾക്ക് നമ്മുടെ അപ്പം ചുട്ടെടുക്കുക. ഇതും ഒന്ന് ചുറ്റിച്ച് അടുപ്പ് വെച്ച് മൂടി വയ്ക്കുക. അപ്പോൾ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്. ബാക്കിയുള്ള അപ്പവും ഇതേമാതിരി തന്നെ നമ്മൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.